ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജയിക്കുന്നവന് ഉള്ളതായ അനുഗ്രഹത്തിൽ വെളിപ്പാട് പുസ്തകം 2:18 മുതൽ 29 വരെയുള്ള ഭാഗങ്ങളിൽ തുയൈഥേര സഭയുടെ അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. AD 606 മുതൽ 1520 വരെയുള്ളതായ കാലഘട്ടമാണ് തുയൈഥേര സഭയുടെ കാലഘട്ടം. ഇവിടെ ഈ സഭയെക്കുറിച്ച് നാം കാണുമ്പോൾ പല നല്ല കാര്യങ്ങൾ മുൻ സഭകളെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെയും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ദോഷവശങ്ങളും ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ സഭയിൽ എന്ന ഒരു പ്രവാചകി വളരെ ദുരുപദേശം പരത്തിക്കൊണ്ട് സഭയിലെ വിശുദ്ധി, വേർപാട് ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിലെ ഈസബേലിനെ പോലെ അഥവാ ആ ബാലിന്റെ സേവകന്മാരുടെ പ്രവാചകി ഒക്കെ ആയിരുന്ന ഈസബേലിനെ പോലെ ഇവിടെയും ഒരു പ്രവാചകിയായ ഈസബേലിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തുയൈഥേരയുടെ ചരിത്രം പഠിക്കുമ്പോൾ അത് വളരെയധികം ബിസിനസ്സിന് പ്രസക്തി ആർജിച്ച ഒരു പട്ടണമായിരുന്നു. ഓരോ ബിസിനസ്സും വിജയിക്കണമെങ്കിൽ അതിൻ്റെതായ ചില ദേവതകളെ പ്രസാദിപ്പിക്കണം എന്നുള്ള ചില വിശ്വാസങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ളവരിൽ നിന്ന് പല വിധത്തിലുള്ളതായ അവഗണനയും മറ്റുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതായും കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പ്രവാചകി മുഖാന്തിരം പല ദുരുപദേശങ്ങള്, അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ദേവതകളുമായിട്ടുള്ള ആ അവിഹിത ബന്ധം പോലെയുള്ള അനുഭവങ്ങള് ഒക്കെ അവിടെ വ്യഭിചാരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നതും വിഗ്രഹാരാധനയും എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നും പലപ്പോഴും മനുഷ്യൻ വേർപാട് നഷ്ടപ്പെടുത്തി, വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതു മാർഗത്തിലും മുൻപോട്ട് പോകുന്നതാണല്ലോ കാണുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ തന്നെ റോമ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായ വിഗ്രഹാരാധനകളും പൗരോഹിത്യ രീതിയിലുള്ളതായ വേഷഭൂഷാദികളോടുകൂടിയ ആ വിഗ്രഹാരാധനകളുടെയും എല്ലാം കാലഘട്ടമായിരുന്നു ഈ തുയൈഥേര കാലഘട്ടം എന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് എക്കാലത്തും സത്യാരാധനയ്ക്ക് വിപരീതമായി ഉയർന്നു വരുന്ന, വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന എല്ലാ പ്രവണതകളും ഉണ്ടായിരിക്കും എന്നത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും അനേക ദുരുപദേശങ്ങളുടെ ഒരു ഘോഷയാത്ര എന്നതുപോലെ തന്നെ പലതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ തുയൈഥേര സഭ, അവിടെ പറയുന്ന സഭകളിൽ 4ാമത്തെ സഭയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പുളിച്ച മാവിനെ കുറിച്ച് ആ ഉപമ പറയുമ്പോൾ ഒരു സ്ത്രീ എടുത്ത് അത് 3 പറ മാവിൽ അത് ലയിപ്പിച്ച് സകലതും പുളിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതൊക്കെ പരീശന്മാരുടെ പുളിച്ച മാവിനെയും മറ്റും ദുരുപദേശമാകുന്ന പുളിച്ച മാവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഉപമയാണ്. നാം ഓർത്തിരിക്കേണ്ടത് എക്കാലത്തും ഉപദേശം അതിനെ ഖനിക്കേണ്ടതിന് വേണ്ടി ശത്രു അതിന്റെ എല്ലാ വ്യാജമാർഗങ്ങളും അവൻ അവലംബിക്കും എന്നത് ഇവിടെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനം എന്തു പറയുന്നുവോ ആ തിരുവചനത്തിന് അടിസ്ഥാനമായി നിലനിൽക്കുന്നവർക്ക് മാത്രമേ ഉപദേശത്തിൽ നിലനിൽക്കുവാനും വിശുദ്ധി കാക്കുവാനായിട്ടും സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരോ വ്യാജമാർഗങ്ങൾ അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ അതിനെ ദൈവവചനാടിസ്ഥാനത്തിൽ ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്നത് ജയിക്കുന്നവന് ഉദയനക്ഷത്രം ദൈവം പ്രതിഫലമായി നൽകുമെന്നതാണ്. ആ ഉദയനക്ഷത്രം മത്തായിയുടെ വെളിപ്പാട് പുസ്തകം 22:16 നാം കാണുന്നത് ക്രിസ്തുവിനെ കുറിച്ച് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അഥവാ ക്രിസ്തുവിനെ അനുഭവിപ്പാനുള്ളതാകുന്ന ഭാഗ്യം, നിത്യതയിലും ക്രിസ്തുവിനോട് ചേർന്ന് വാഴുവാനുള്ള ഭാഗ്യം, ആ അനുഗ്രഹമാണ് ജയിക്കുന്നവർക്ക് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായി
ആ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടിക്കൊണ്ട് ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ജയാളികളായി തീരാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. സൈന്യങ്ങളിൻ യഹോവ എഴുന്നള്ളുന്നേ, ശത്രുക്കളെല്ലാം ചിതറിടുന്നേ. സൈന്യങ്ങളിൻ യഹോവ എഴുന്നള്ളുന്നേ, ശത്രുക്കളെല്ലാം ചിതറിടുന്നേ. യഹൂദ ഗോത്രത്തിൻ സിംഹമവൻ, ഇസ്രായേലിൻ യഹോവ ജയവീരൻ. യഹൂദ ഗോത്രത്തിൻ സിംഹമവൻ, ഇസ്രായേലിൻ യഹോവ ജയവീരൻ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്.